കൈകാര്യം ചെയ്യുന്ന രീതിക്കും അനുസരിച്ചാണ് ഈ ഭരണഘടനയുടെ നിലനിൽപ്പ് എന്ന് ദീർഘദൃഷ്ടിയായ ഡോക്ടർ ബി.ആർ. ബാബാ സാഹിബ് അംബേദ്കർ അന്ന് എഴുതുമ്പോ നമ്മളൊക്കെ ചിന്തിച്ചു എന്താണ് അത്തരത്തിൽ ഒരു അപകട സൂചന എന്ന്. ഇപ്പോ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് വന്നതിന് ശേഷം, അതിനു മുമ്പും നരസിംഹറാവു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയെ കസേരയിൽ ഇരിക്കുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പലപ്പോഴായി മങ്ങലേറ്റിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോ 1992 ഡിസംബർ 6 2 ദിവസം കൂടി ബാക്കി നിൽക്കുന്നു. അത് ഓർമ്മിപ്പിക്കാതെ, അതിനെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസംഗങ്ങളും കടന്നു പോയിട്ടില്ല. അത് പറയുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്താണ്, മുസ്ലിം പാർട്ടി ആണ് എന്ന് പറയാറുണ്ട് പലരും. ബാബറി മസ്ജിദ് ഓർമ്മിപ്പിക്കുമ്പോ അത് തീവ്രവാദമാണ് എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞവരാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥികളായി പല ചിഹ്നത്തിൽ നിങ്ങളുടെ മുമ്പിൽ മത്സരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ തിരിച്ചുപിടിക്കാൻ ആ ഭരണഘടനയിൽ 4 ജനാധിപത്യത്തിന്റെ തൂണുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ തൂൺ എന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് ഭരണഘടനാ സംവിധാനത്തിൽ, ആ ഭരണഘടനയിൽ ഇന്നുകൊണ്ട് ജനപ്രതിനിധികൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവിടെ തീരുമാനങ്ങൾ ഉണ്ടാക്കി എഴുതി നിയമങ്ങൾ നടപ്പിലാക്കാൻ കൊണ്ടുവരുന്ന സംവിധാനം ഒന്നാമത്തെ തൂൺ. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? അത് കാര്യനിർവഹണ സമിതി എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ IAS IPS പോലെയുള്ള സംവിധാനങ്ങൾ, ഓഫീസ് വൃന്ദങ്ങൾ, അവർ വേണം എന്ത് ചെയ്യേണ്ടത്. പാർലമെന്റിലായാലും ലോകസഭയിലായാലും രൂപകൽപ്പന ചെയ്യുന്ന ബില്ലുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ ജനങ്ങൾക്കുതകുന്ന രീതിയിലേക്ക് പഞ്ചായത്ത് വരെ തട്ട് വരെ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമായി അത് മാറുമ്പോ, ഇവിടെ ഈ 2 സംവിധാനത്തിലും ഏതെങ്കിലും തരത്തിൽ കൈമോശം വന്നു പോയാൽ അവരെ നിയന്ത്രിച്ച് നേർവഴിക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ജനാധിപത്യത്തിന്റെ 3ാം തൂൺ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭയും അതുപോലെ തന്നെ മറ്റു സംവിധാനത്തെയും താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ജുഡീഷ്യറി സംവിധാനം. ആ ജുഡീഷ്യറി സംവിധാനത്തിന്റെ നിലവിലത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ജുഡീഷ്യറി സംവിധാനം കൃത്യമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രാജ്യം ഉണ്ടാകുമായിരുന്നില്ല. അധികാരത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ മാറിപ്പോകുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ അങ്ങനെയാക്കി മാറ്റിയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഉള്ളതാരാ? മാധ്യമങ്ങൾ. 4ാം തൂൺ. നിർഭയത്വത്തോടുകൂടി ജനങ്ങളുടെ അവകാശങ്ങളെ അവർക്ക് കിട്ടാൻ കഴിയുന്ന സാഹചര്യത്തെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏതൊരു മാധ്യമ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇന്ന് മാധ്യമങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? RSSകാരന്റെ കേന്ദ്രമന്ത്രിമാർ ഇങ്ങോട്ട് വരുമ്പോ ചില മാധ്യമങ്ങളെ മാത്രം വിളിക്കും, ചില മാധ്യമക്ക് പ്രശ്നം കൽപ്പിച്ച് മാറ്റി നിർത്തും. എന്നിട്ട് അവർ പറയുന്നത് അച്ചുനിരത്തി അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന തരത്തിലേക്ക് ജനാധിപത്യത്തിന്റെ 4ാം തൂണായ ആ മാധ്യമ സംവിധാനവും അധപ്പതിച്ചു പോകുമ്പോ ഒരു വീണ്ടെടുക്കല് ഈ രാജ്യത്തിന് അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് തൊട്ടടുത്ത മുമ്പ് തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2019 നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് വേദിയായിട്ടാണ് പറയുന്നത്. നമ്മൾ കണ്ടു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം എങ്ങനെയാണ് അവിടെ നടന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ പകൽ പോലെ വെളിച്ചമായി നിൽക്കുന്നു. എന്താണ്? ജ്ഞാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ SIR എന്ന കൃത്രിമമായി, അല്ലെങ്കിൽ അതിനെ പകരം നമ്മൾ പൗരത്വം എന്ന പേര് കൂടി വിളിക്കേണ്ടതുണ്ട്, SIR നടപ്പിലാക്കി പാവപ്പെട്ട വോട്ടർമാരെ, അവരുടെ അധികാരത്തെ, ജനാധിപത്യത്തിന്റെ രാജാക്കന്മാർ എന്ന് പറയുന്ന ജനങ്ങളെ അധികാരത്തിന്റെ ശീതളഛായയിൽ അകമ്പടിയോടുകൂടി കയറാൻ അവന്റെ വോട്ടണിയാകും വിനിയോഗിച്ചാൽ തങ്ങൾക്കെതിരാകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവരുടെ വോട്ടുകൾ പാടെ വെട്ടിമാറ്റുന്നു. അങ്ങനെ വെട്ടിമാറ്റപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ആദിവാസി ദളിത് സമൂഹങ്ങളും നിർഭയത്വത്തോടുകൂടി അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാക്കി മാറ്റുകയാണ്. അവിടെയാണ് നമുക്കറിയാം നേരത്തെ ഇത്തരം വിധികൾ വന്നിരുന്നു. സംവരണം അടിസ്ഥാനത്തിൽ അങ്ങനെ കൊണ്ടുവരുമ്പോ OBC സംവരണം വന്നു. ആ സംവരണവും ദേശീയ പിന്നോക്ക കമ്മീഷൻ എന്ത് ചെയ്തു? ഒത്താശ ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കോടതികളിലേക്ക് എത്തുമ്പോ
രണ്ടു തരം വിധികൾ. എന്ത് തെറ്റ് ചെയ്താലും RSSകാരനും മറ്റുള്ളവർക്കും ഒരു വിധിയാണെന്നിരിക്കെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കും ഈ രാജ്യത്തെ കീഴാളജനതയ്ക്കും മറ്റൊരു വിധിയായി കൊണ്ടുപോകുന്ന സാഹചര്യം. നമ്മളൊക്കെ പറഞ്ഞത് എന്താ? BJP എന്ന് പറയുന്നത് കപട രാജ്യസ്നേഹത്തിന്റെ വക്താക്കളാ. ബാബറി മസ്ജിദ് തകർത്തിട്ട് അവരെന്താ പറഞ്ഞത്? ഇത് അയോധ്യ ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് എന്ന് പറഞ്ഞ് വലിയ ഒരു വർഗീയത ഉണ്ടാക്കി. എന്നിട്ട് അതിനു വേണ്ടുന്ന ഒത്താശകൾ ചെയ്ത് തച്ചു തകർത്തിട്ട് ഇപ്പൊ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ നമ്മൾ കണ്ടു ഹൈന്ദവ വിശ്വാസ പ്രചാരം. ആ പ്രകാരം ആരാധന നടത്താൻ കഴിയുന്ന ഒരമ്പലം, 1400 വർഷത്തിലധികം പഴക്കമുള്ള ഒരമ്പലം എന്തുകൊണ്ട് ഇടിച്ചു നിരത്തി എന്ന് നമ്മൾ ചോദിക്കുമ്പോ അതിനാദ്യം പ്രതിഷേധ രംഗത്ത് വന്നത് അമ്പലം ഇടിച്ചു നിരത്തിയതിന്റെ വക്താക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ദേശീയ കമ്മിറ്റിയുടെ പ്രസ്താവനകൾ വരുമ്പോ ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കണമെങ്കിൽ നിർഭയത്വത്തോടുകൂടി പറയാൻ ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മാത്രമല്ല SDPI വാചരിച്ചിട്ടുള്ളത്. മണിപ്പൂരിന്റെ തെരുവോരങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കന്യാസ്ത്രീ അടക്കമുള്ളവരെ പിടിച്ചീറ്റുമ്പോ, കർണാടകയിൽ കുരിശ് രൂപങ്ങൾ അടിച്ചു തകർക്കപ്പെടുമ്പോ, മാതാവിന്റെ രൂപങ്ങൾ അടിച്ചു തകർക്കപ്പെടുമ്പോ വിശ്വാസികളായ ക്രൈസ്തവ മതക്കാരോടൊപ്പം അവിടേക്ക് ആദ്യം ഓടിച്ചെന്നുകൊണ്ട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രസ്ഥാനത്തിന്റെ കൂടി പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നിർഭയത്വത്തോടുകൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വോട്ട് ചോദിക്കാൻ. ഞങ്ങൾ പറയും, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം 2009 രൂപീകൃതമാകുമ്പോ അതിന്റെ ഓരോ കുഞ്ഞു സ്പന്ദനങ്ങളും ഏറ്റെടുത്തൊരു പ്രദേശമാണ് ഈ ചാപ്നാംകുളം. SDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പിച്ചവെച്ച് തുടങ്ങുമ്പോ SDPയുടെ വർത്തമാനങ്ങളെ, SDPയുടെ പോസ്റ്ററുകളെ, SDPയുടെ നിലപാടുകളെ നെഞ്ചോട് ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് നന്ദി പറയുക എന്ന ഒരു കർത്തവ്യം മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ നിർഭയത്വത്തോടു കൂടിയുള്ള നിലപാടിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കാരണം ഒന്നുമല്ലാതിരുന്ന ഞങ്ങൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ ഒരു കൗൺസിലറെ സംഭാവന ചെയ്ത പ്രിയ സഹോദരങ്ങളാണ്, മാന്യതയുള്ളവരാണ് എന്റെ മുമ്പിലുള്ള ഇവിടുത്തെ വോട്ടർമാർ. അത് നിങ്ങൾ 2ാം വർഷം വന്നപ്പോഴും ഇതേ പാത ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. നിങ്ങൾ അന്ന് അവതരിപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ നിസാർ എന്ന വ്യക്തിയെ. ആദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ ഒരുപാട് പ്രഗത്ഭന്മാർ സമ്പത്ത് കൊണ്ടിങ്ങനെ നിൽക്കുമ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ട ഒരു നിസാർ എന്ന വ്യക്തിയെ അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളോടൊപ്പം ഇടപഴകിയ സാഹചര്യങ്ങൾ, അതിനെ അദ്ദേഹത്തിനോടൊപ്പം നിങ്ങൾക്ക് പകർന്നു തന്നു. അദ്ദേഹത്തെ മനസ്സിലാക്കി നിങ്ങൾ 5 വർഷം അദ്ദേഹത്തെ കൊല്ലം കോർപ്പറേഷന്റെ അകത്തളങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നാക്കായി ഈ പ്രദേശത്തിന്റെ സ്പന്ദനമായി നിസാർ എന്ന വ്യക്തി കോർപ്പറേഷന്റെ അകത്തളങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പണപൊരുതി. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മളൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല. അദ്ദേഹത്തിന്റെ ജീവിതം നേരത്തെ സലാഹുദ്ദീൻ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, പ്രിയങ്കനായ നൗഫൽ സാഹിബും ഇവിടെ സൂചിപ്പിച്ചു. അഴിമതിയുടെ കഥപുഴലാത്ത വ്യക്തിത്വങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ. അദ്ദേഹം ആദ്യം ഇവിടെ മത്സരിക്കാൻ വരുമ്പോ, 2ാമത് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കാണാമറയത്ത് ഏതെങ്കിലും ബിനാമി ഇടപാടുകളോ ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് പീഡനമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹം 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഇനി ഒരു 5 വർഷം എനിക്ക് എന്ത് ചെയ്യണം? എന്റെ കുടുംബം പുലർത്താൻ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു 5 വർഷത്തെ ലീവ് എനിക്ക് അനുവദിക്കണം. കാരണം ഇവിടെ വനിതാ വോട്ടായപ്പോൾ മറ്റു സ്ഥലത്തേക്ക് എന്നെ പരിഗണിക്കരുത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്ലംബിംഗ് ജോലികളിൽ ഉപജീവനം നടത്തി അത് സ്വന്തം കുടുംബത്തിന്റെ അത്താണിയായി സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം ഉപജീവനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ 5 വർഷവും ഈ പ്രദേശത്തിന്റെ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്തത്. ആ ഒരു വികസനം കൊല്ലത്തെ അവിടുത്തെ കോർപ്പറേഷനിൽ കണ്ടപ്പോ ഇനി അങ്ങനെ പോയാൽ കോർപ്പറേഷൻ ഞങ്ങൾക്ക് കിട്ടാക്കനിയാകും എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢലക്ഷ്യത്തോടുകൂടി 2ാമത്തെ മത്സരത്തിൽ ഒരു സംവരണം കൊണ്ടുവന്നു. വെറും സംവരണമല്ല, വനിതാ സംവരണം. എന്നിട്ട് അവർ വിധിയെഴുതി ഇവിടെ SDPയുടെ പതാക താരാൻ പോകുന്നു.
SDP പതാക ഇവിടെ താരാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിധി എഴുതി. കാരണം അവർ പറഞ്ഞത് ഇത് മുസ്ലിം പാർട്ടിയാണ്. ആദ്യത്തെ പ്രാവശ്യം നിസാർ സാഹിബ് മത്സരിക്കുമ്പോ ഈ പ്രദേശത്തെ മുഴുവൻ മതേതര വിശ്വാസികളും വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. പത്തനംതിട്ടക്കാരിയായ കൃഷ്ണേന്ദു ഈ പ്രദേശത്തിന്റെ മരുമകളായി വന്നു. ഗിരീഷ് എന്ന ചെറുപ്പക്കാരൻ, ഞാനും ഗിരീഷുമൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കുഞ്ഞിലെ മോളിൽ പ്രവർത്തിച്ച ആ ഒരു സൗഹൃദം, ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള കടന്നുവരവ്, അതിനുശേഷം അദ്ദേഹവും കുടുംബങ്ങളും പരിവാരങ്ങളും ഒക്കെ ഒരു വലിയ മാറ്റത്തിന് ചുവട് വെച്ചത് നിസാർ എന്ന കൗൺസിലറുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ. ഇന്ന് വരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ കൃഷ്ണേന്ദുവിന്റെ കാര്യമെടുത്താൽ നമുക്ക് പരിശോധിക്കാം. ഒരു വനിത എന്നതിനപ്പുറം കൃഷ്ണേന്ദുവും ഇപ്പോ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയോട്, ഒരു പിഞ്ചു കുഞ്ഞുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല. എന്റെ കുടുംബത്തിന്റെ വ്യക്തിപരമാണെങ്കിൽ പോലും ഒരു സ്ത്രീ എന്ന പരിഗണന ആ സഹോദരി പറഞ്ഞതാണ്. കാരണം ഇനി ഒരു 5 വർഷം ഒരു മാനസിക പരിഗണന വെച്ച് നിസാർ സാഹിബിന് കൊടുത്തതുപോലെയുള്ള ഒരു പരിഗണന എനിക്കും തരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് ഒരുപാട് പേര് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ 5 വർഷം മത്സരിച്ച് അടുത്തത് വനിതാ വാർഡാണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ സംവരണ വാർഡെന്ന് കണ്ടാൽ അടുത്ത വർഷം അവിടെ തിരക്കി പോകുന്ന രാഷ്ട്രീയ പ്രത്യശാസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ മടിയിൽ കനവുള്ളവന് എന്താണ് പേടിയുണ്ടാവൂ. അധികാരം എന്ന് പറയുന്നത് അഴിമതി കാണിക്കാനുള്ളൊരു സംവിധാനമാണ് എന്ന് ബാക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുമ്പോ ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ലിസ്റ്റുകളിലേക്ക് പേര് വന്നാൽ ആദ്യം ഓടി ഒളിക്കും. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ എന്താണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്നെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്ന കേരളന്മാരാണ് നമുക്കുള്ളത്. കാരണം ഈ പ്രസ്ഥാനം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എവിടെയാണോ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് പ്രഥമ പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് തങ്ങളെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കൃഷ്ണേന്ദുവും നിസാറും കേരളത്തിലെ 103 ജനപ്രതിനിധികളും ഒരിടത്ത് പോലും കീഴടങ്ങാതെ നിർഭയത്വത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നത്. സലാഹുദ്ദീൻ സാഹിബ് പറഞ്ഞു ചിലർക്ക് അന്ധമായ തിമിരമാണ് എന്ന്. നേരത്തെ വന്ന നൗഷാദ് MLA കടക്കം തിമിരമാണ്, അതിനെ ചികിത്സിക്കാനുള്ള ചിഹ്നമാണ് നമ്മുടേത്. ഏത് തിമിരത്തിനും കാഴ്ച കിട്ടിയില്ല എങ്കിൽ ഞങ്ങളുടെ കണ്ണട ചിഹ്നം ഉപയോഗിച്ചാൽ ഏത് തിമിരവും മാറുന്ന ഒരു ചിഹ്നത്തിന്റെ വക്താക്കളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങളുടെ മുമ്പിൽ അടിവരയിട്ട് പറയുന്നു, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങളുടെ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈൻലിയെ എന്ന് പാടി പഠിപ്പിച്ചൊരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഇതിന്റെ പിണിയാളുകളും ഈ പ്രദേശത്ത് കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ചോദിക്കണം, എവിടെയാ പുതിയ ഒരു ലേബർ കോഡ് കൊണ്ടുവന്നു? ഇവിടെ കഷ്ടപ്പെടുന്ന തൊഴിലാളി സുഹൃത്തുക്കൾ, പണിയെടുക്കുന്നവർ, ചുമടും വയ്ക്കുന്നവർ, ഓട്ടോറിക്ഷ ഓടുന്നവർ, ലോഡിംഗ് തൊഴിലാളികൾ എല്ലാം CITUവിന്റെ സംവിധാനത്തിലാണ്. നിങ്ങളൊന്ന് പോയി ചോദിക്കണം സഖാവ് പിണറായി വിജയനോട്, എന്തേ സഖാവേ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ വീഴുന്ന തരത്തിൽ പുതിയ ലേബർ കോഡ് നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ പ്രതിനിധികളെ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചില്ല? നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് മുഴുവൻ അതേപടി അനുസരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രണ്ടാമത്തെ യോഗി ആദിത്യനാഥിന്റെ റോള് മാത്രമേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളൂ. എന്ന് വെച്ചാൽ പലപ്പോഴും പറയും, ആരാണ് ഫാസിസത്തിന്റെ ചെറുക്കാൻ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെട്ടെന്നുണ്ടാകും എന്താണ് ന്യൂനപക്ഷ പ്രീണനം, ദളിതരുടെ മേലുള്ള സംരക്ഷണം, ഇതെല്ലാം ഉണ്ടാകും. എപ്പോഴാ? തെരഞ്ഞെടുപ്പ് വരുമ്പോ. അതിനു മുമ്പ് നമ്മൾ SIR വന്നു, തീവ്ര വോട്ടർ പട്ടിക കൊണ്ടുവന്നു. ആ പട്ടിക കൊണ്ടുവന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം അവിടെ പോയിരുന്ന സംസ്ഥാനങ്ങളെ മീറ്റിംഗ് വിളിക്കുമ്പോ അതിനെതിരായി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന PM ശ്രീ പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഓഫ് ഇന്ത്യ ഒരു പുതിയ പദ്ധതി ഉണ്ട് 2023-ൽ. അദ്ദേഹം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമ്പോ പുതിയ ആവിഷ്കാര പദ്ധതിയായി ഈ രാജ്യത്തെ ജനഗണമന പാടി ഈ രാജ്യത്തെ സ്കൂളുകൾ സമാപിക്കുമ്പോ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറ്റൻഷനായി നിന്ന് പാടിയ ദേശീയഗാനം, ആ ദേശീയഗാനം ഇനി RSSന്റെ കാര്യാലയത്തിലെ ഗണഗീതമായി മാറുന്നതിന് തടസ്സങ്ങളില്ലാത്ത രീതിയിലേക്ക് ഈ ഭരണഘടനയെ മാറ്റുന്നു. വിചാരധാരയിൽ ഗോഡ്സെ ആ വിചാരധാരയിൽ കൊണ്ടുവന്ന സംവിധാനങ്ങൾ
മനുസ്മൃതി പോലെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോ എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇനി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, അങ്ങനെ ഒരാൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചാൽ അതുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട ദയനീയമായ അവസ്ഥയിലേക്ക് പോകും. അതാണ് PM ശ്രീ പദ്ധതി. പ്രധാനമന്ത്രി പറഞ്ഞു എന്താണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം. ആരൊക്കെ എടുത്തു? കൃഷ്ണശങ്കരൻ ആദ്യം പറഞ്ഞു എതിർത്തു, കർണാടക അതുപോലെ തമിഴ്നാട് എതിർത്തു, പശ്ചിമ ബംഗാൾ എതിർത്തു. ഈ എതിർപ്പുകളെ അവഗണിക്കുമ്പോ അവരെ ചർച്ചയ്ക്ക് വിളിക്കണം. ആ എതിർപ്പുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി പറയാൻ കഴിയണം. CPM-ന്റെ പ്രതിനിധി വോട്ട് ചോദിച്ചിവിടെ വരുമ്പോ നിങ്ങൾ ചോദിക്കണം, എന്താ സഖാവേ അങ്ങനൊരു സംവിധാനം? RSSകാരന്റെ അജണ്ട പഠിപ്പിക്കലാണോ സഖാവേ പിണറായി വിജയന്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ ചോദിക്കണം. എന്റെ മക്കൾ എന്ത് പഠിക്കണം എന്നുള്ളത് RSSകാരൻ കൊന്നൊടുക്കിയ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഗാന്ധി ഘാതകനെ ഈ രാജ്യത്തിന്റെ പാർലമെന്റ് സംവിധാനത്തിൽ സവർക്കറെ പോലെയുള്ളവരെ പ്രതിഷ്ഠിക്കുമ്പോ ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ പടപൊരുതി മരിച്ച ഈ രാജ്യത്തെ കീഴാള ജനതയ്ക്ക് നമ്മൾ മറക്കരുത്. ഇങ്ങനെ അവരെ ഓർമ്മിപ്പിക്കണം എന്താ സഖാവെ പറ്റിയത് എന്ന്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നല്ലോ, കഴിഞ്ഞ സഭയിൽ ഒരു പാലത്തായി കേസ് വന്നു. ആ പാലത്തായി കേസ് വന്നപ്പോ ആ പാലത്തായി കേസിന്റെ വിചാരണകൾ അവസാനിപ്പിച്ച് ഒത്തുതീർപ്പോടുകൂടി എല്ലാം മുമ്പോട്ട് പോകുമ്പോ അങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ പാർട്ടി ആ കേസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിന്റെ പ്രതികൾക്ക് കിലറകൾ മേടിച്ചു കൊടുത്തു. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ പിണറായി സഖാവ് എപ്പോഴാ കുഴൽപ്പണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് വന്നു. സുരേന്ദ്രന്റെ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കും എന്ന ഒരു ഘട്ടം വന്നപ്പോ RSSകാരന്റെ തിട്ടൂരത്തിനനുസരിച്ച് സഖാവ് പിണറായി വിജയന് എന്ത് ചെയ്യേണ്ടി വന്നു? ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. അത് കരിവണ്ടൂർ ബാങ്കിന്റെ കോടികൾ സമ്പാദിച്ച ഇങ്ങനെ പ്രദേശത്തുമുണ്ട് സഹകരണ ബാങ്കുകൾ. CPM-ന്റെ അണ്ടറിലാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കിലെ കോടികൾ, ആ സഹകരണ ബാങ്കിലെ അഴിമതി, അത് ദേശീയ തലത്തിൽ അന്വേഷണം വന്നപ്പോ ആ അന്വേഷണത്തെ എന്താണ് ഒരു അന്തർധാരയിലൂടെ ഇതിനെ ഒതുക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ പിണിയാളായി പിണറായി വിജയനെ മാറ്റിയെടുക്കുമ്പോ ആ കുഴൽപ്പണക്കേസ് കൊടുക്കുമ്പോ പ്രതിഫലമായി അല്ലെങ്കിൽ അതിന് പരിഹാരമായി ഈ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ കടന്നു വരും എന്ന ആ തീരുമാനങ്ങൾ പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് സഖാവിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിപ്പോയി എന്ന. കരിവന്നൂർ ബാങ്കിന്റെ അഴിമതിക്ക് ഈ കേരളം കൊടുത്ത വിലയറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ എന്താ പറഞ്ഞത്? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു. എങ്ങനെയാ ജയിച്ച? തൃശ്ശൂരിൽ ചെന്നപ്പോ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ സുരേഷ് ഗോപിയെ വെറുതെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോ? അവിടെ കണക്കുകൾ പരിശോധിക്കുമ്പോ എങ്ങനെയാണ് നേരത്തെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചതെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ കൊല്ലത്ത് താമസിക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിൽ പോയി സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്കും കുട്ടിക്കും കോഴിക്കും പൂച്ചയ്ക്കും അടക്കം അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ വോട്ട് ചേർത്ത് കൊണ്ടുപോകുമ്പോ അതിന്റെ പല പ്രാവശ്യം ഒബ്ജക്ഷൻ നടത്തി. ഇങ്ങനൊരു സംവിധാനം ഇല്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു കേരള സംവിധാനം CPM-നുണ്ടെന്നിരിക്കെ ബോധപൂർവമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് എന്തുകൊണ്ട് തയ്യാറായി? അത് നിങ്ങൾ ചോദിക്കണം. എന്താ സഖാവേ സുരേഷ് ഗോപി ജയിക്കാൻ കാര്യം അവിടുത്തെ ക്രൈസ്തവർ മാത്രമാണോ? അവിടുത്തെ മതേതര വിശ്വാസികളാണോ? പിണറായി വിജയന്റെ മൂക്കിന് കീഴെ അദ്ദേഹം ആഭ്യന്തരം കൈയാളുന്ന സ്ഥലത്ത് തൃശൂർ പൂരത്തിൽ അഴിമതി ഉണ്ടാക്കി, കോലാഹലങ്ങൾ ഉണ്ടാക്കി, അതുപോലെ IPS-കാരെ ADGP അടക്കമുള്ളവരെ അതിനുവേണ്ടി ഉപയോഗിച്ച് ഇത്തരം സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇടപെടലുകൾ നടത്തി അങ്ങനെ കൊണ്ടുപോയ സംവിധാനത്തിന് കേരളം കൊടുക്കേണ്ടി വന്ന വില. MP-ആയി സുരേഷ് ഗോപി എവിടെ പോയി? പാർലമെന്റിലേക്ക് പോകുന്നു. അവിടെയും ഇടതുപക്ഷവും BJP-യും തമ്മിലുള്ള വിശുദ്ധ കൂട്ടുകെട്ട് ഈ രാജ്യത്തുണ്ടാകുന്നു. പുറത്തു പറയുന്നത് എന്താ? ഞങ്ങളാണ് ഫാസിസത്തിനെതിരെ നിലപാട് എടുക്കുന്നവർ. നിങ്ങളുടെ നിലപാടുകൾ കേരളം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നിലപാടുകൾ ഏറ്റവും വലിയ ഭരണകർത്താക്കൾ നിങ്ങളുടെ നിലപാടുകളെ കൃത്യമായി ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ
നിങ്ങൾ മാത്രമല്ല ശത്രുക്കൾ. SDP എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന സാഹചര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ പുതിയ ചർച്ച വരുന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സഖാവ് പിണറായി വിജയന് 1,10,00,000 രൂപ ചെലവാക്കി പുതിയ കാറുകൾ വാങ്ങുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ട് വെച്ച് കാറുകൾ വാങ്ങുന്നതിനൊന്നും SDP എതിരല്ല, ഞങ്ങളവിടെ പറയുകയുമില്ല. പക്ഷേ ഇവിടെ വിശക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ ജില്ലക്കാരൻ കൂടിയായ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം KN കുലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു പോയി ധനകാര്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ പാവങ്ങൾ ചെന്നു. എന്താണ്? ഞങ്ങളുടെ കിടപ്പാടങ്ങൾ ഇവിടെ ഭൂകമ്പത്തോടുകൂടി പ്രകൃതിക്ഷോഭങ്ങൾ വന്ന് നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ തരണം. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ യൂണിഫോമുകൾക്ക് അനുബന്ധ സംവിധാനങ്ങൾ തരണം. ഇവിടുത്തെ റേഷൻ ആൻഡ് സാനിറ്ററി റേഷൻ സംവിധാനം ഞങ്ങൾക്ക് റേഷൻ തരണം. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ അടിസ്ഥാന വിഷയങ്ങൾ ഇതിൽ ചേർത്ത് കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഈ രാജ്യത്തിന്റെ വികസനങ്ങളിൽ ക്ഷേമ പെൻഷനുകൾ കൂട്ടാൻ അതുപോലെയുള്ള വിഷയങ്ങൾ, ഭർത്താവ് മരിച്ചപ്പെട്ടു പോയ വിധവകളുടെ ആനുകൂല്യങ്ങൾ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുമ്പോ അതിന് പൈസ ഇല്ല എന്ന് പറഞ്ഞ അതേ ധനകാര്യമന്ത്രി സഖാവ് പിണറായി വിജയന് കുറച്ചു വർഷം മുമ്പ് 2 കാറുകൾ മേടിച്ചു കൊടുത്തു. ഇതിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പേ അടുത്ത കാർ മേടിച്ചുപയോഗിക്കുന്നു. കേരളത്തിന്റെ ജനതയെ കാണാൻ ഒരു കേരള യാത്ര നടത്തി. നമ്മൾ കണ്ട വണ്ടിയുടെ അവസ്ഥ, ഒരു വോൾവോ വണ്ടി കർണാടകയിൽ നിന്ന് പണിഞ്ഞുകൊണ്ടുവന്നു. ആ പണിഞ്ഞുകൊണ്ട് വന്നിട്ട് കേരളത്തിന്റെ മന്ത്രിമാർക്ക് പോകാൻ AC റൂമും ബാത്റൂം അടക്കം. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയ സഖാക്കളെ, കേരളത്തിൽ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കോടികൾ ചെലവഴിക്കുന്ന ഇത്തരം വാഹനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിരുന്നോ? സാധാരണക്കാരനായ ഒരു MLA-ക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് നിർഭയത്വത്തോടുകൂടി അവിടെ വോട്ട് ചെയ്ത് കൊടുത്ത ജനങ്ങളെ വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വീഴ്ച പറ്റിയതാണ് നിങ്ങൾക്ക് പറ്റിയ അപരാധം. ആ അപരാധം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയണം. ആ കൃത്യമായി അത് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടണം. അല്ലാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വികസനങ്ങൾ കാണുമ്പോ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനകീയ അടിത്തറകൾ കാണുമ്പോ അതിൽ നിങ്ങൾ വേവലാതി കൊണ്ടിട്ട് കാര്യമില്ല. സമയക്കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയ ബോധമുള്ള ജനപ്രതിനിധികളെ സൃഷ്ടിച്ച പാരമ്പര്യമുള്ള ജനങ്ങളാണ് നിങ്ങൾ. ആ നിങ്ങളുടെ മുമ്പിൽ മുഖവരയില്ലാതെ ഞങ്ങൾ പറയുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വികസനം നേരത്തെ ഇവിടെ ആശങ്കകൾക്കിടയാക്കുന്ന തരത്തിൽ കുറെ കുപ്രചരണങ്ങൾ പിരിച്ചുവിട്ടു. ഞങ്ങൾ ചെയ്ത റോഡുകൾ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത റോഡുകൾ ഞങ്ങളാണ് ചെയ്തത് എന്ന മുളന്തൻ ന്യായം ഏറ്റെടുത്തുകൊണ്ട് അഭിനവയുക്തം കുഞ്ഞും അമ്മൂഞ്ഞിമാരെ സൃഷ്ടിക്കുന്ന പാരമ്പര്യവും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഒന്നും പ്രയാസപ്പെടുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ വികസനങ്ങൾ പകൽ പോലെ വെളിച്ചം നിങ്ങൾക്ക് അനാവരണം ചെയ്യാം, നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്കത് പഠിക്കാം. പകരം നിങ്ങൾ മറ്റു പല വാർഡുകളും ഡിവിഷനുകളും കൂടി ചേർത്ത് പഠിക്കണം. കൃഷ്ണേന്ദി എന്ന പ്രിയ സഹോദരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആ ഓഫീസ് പാർട്ടി ഓഫീസ് പോലെ തന്നെയാണ് കൗൺസിലർ ഓഫീസ് പലരും കൊണ്ട് നടക്കുന്നത്. പല പാർട്ടികളും അങ്ങനെയാ. പക്ഷേ SDP-യുടെ ഓഫീസിന് ഒരു വ്യത്യാസമുണ്ട്. ആ ഓഫീസുകൾ ഇത്രയും നാൾ പ്രവർത്തിച്ചത് ഒരു അക്ഷയ കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു ജനസേവന കേന്ദ്രമായി. അവിടേക്ക് എന്ത് വരുന്നതിന് ഏതൊരു RSS-കാരനും കടന്നു വരാം, ഏതൊരു CPM-കാരനും കടന്നു വരാം, ഏതൊരു കോൺഗ്രസ്സുകാരനും കടന്നു വരാം. അവിടെ SDP വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരും കഴിഞ്ഞ 10 വർഷം ആ ഓഫീസിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല. ഇവിടെ ഞങ്ങളെ വിമർശിക്കുന്ന CPM-കാർക്കും ഇവിടെ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന RSS-കാർക്കും നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ വെച്ച് പരിശോധിക്കണം. എത്ര RSS-കാർക്ക് അവകാശങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് ഒരു വീടുകളിൽ കൊണ്ടുകൊണ്ട് എത്തിച്ച പാരമ്പര്യം പ്രിയപ്പെട്ട കൃഷ്ണേന്ദുവിനുണ്ട്. CPM-കാരനാണെങ്കിൽ പോലും ഇതിന് അവകാശമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇതിന് ശേഷം മാത്രമേ ബാക്കി കൊടുക്കാവൂ എന്ന അവകാശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇച്ഛാശക്തി കാണിച്ച ഒരു രാഷ്ട്രീയ മേൽക്കോയ്മയും സ്വതന്ത്രപക്ഷപാതം കാണിക്കാത്ത കോൺഗ്രസുകാരടക്കമുള്ളവർക്ക് ഈ പ്രദേശത്തിന്റെ വികസനം ഞാൻ പറയുന്നു നിർഭയത്വത്തോടുകൂടി അങ്ങനെ ഏറ്റെടുക്കാൻ, അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് ഉള്ളതെന്ന് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും.
നിങ്ങൾക്കറിയോ എത്ര നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വികസനങ്ങൾ. ആ വികസനങ്ങളുടെ പക്കം ഇതുപോലെ തന്നെ ഏകദേശം 1500-ലധികം സ്ഥലങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ മത്സരിക്കുകയാണ്. 103 എന്ന സ്ഥലം, ആ 103-ൽ നിന്നും ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളെ എത്തിക്കും എന്ന ബോധം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസം ആരുടെ മുമ്പിലും കൈനീട്ടാതെ, ഒരു വികസനത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈക്കൂലിയാണ് ഒരു ചായയെങ്കിൽ അതുപോലും മേടിച്ചു കുടിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു മാന്യത ഇതിന്റെ പിറകിൽ നിങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജാഥയുടെ പുറമെ ഈ പാർട്ടിയുടെ കേഡർമാർ, അവരുടെ വിയർപ്പുകൾ, അവരുടെ അധ്വാനങ്ങൾ, ജോലികൾ പലരും കാശിനാളിൽ വെക്കുമ്പോ എത്രയോ എന്റെ സഹപ്രവർത്തകർ പല ദിവസങ്ങളിൽ അവരെ ഏൽപ്പിച്ച ദിവസങ്ങളിൽ സ്വന്തം ജോലി മാറ്റി വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചായ കുടിക്കേണ്ടി വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് കൂടി മേടിച്ചു കൊടുത്ത് പരസ്പരം സഹകരിച്ച് ഒരു വലിയ സംവിധാനമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു ഡിവിഷനിൽ പരിമിതമായ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുമ്പോ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ തെരുവോരങ്ങളിലും ജയിലറകളിലും കിടക്കുന്നത് മരിച്ചുവിടുന്ന രക്തസാക്ഷികൾ RSSകാരന്റെ മുമ്പിൽ കൊലക്കത്തിക്കിരയാകുമ്പോ അത് ഈ രാജ്യത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് പിടഞ്ഞു വീണതെന്ന് നിങ്ങൾ ഓർക്കണം. ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കുറെ പേർ ജയിലറകളിൽ കിടക്കുന്നു. ഈ പ്രസ്ഥാനം രൂപീകരിച്ച ആദ്യത്തെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹം ജയിലറകളിലേക്ക് പോയി നിർഭയത്വത്തിന്റെ ഒരു പാഠം ഈ രാജ്യത്തിന് പകർന്നു തന്നത്. വിശപ്പിൽ നിന്നുള്ള മോചനം, ഭയത്തിൽ നിന്നുള്ള മോചനം ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹം ജയിലറകളിലാണ്. ഇങ്ങനെ ഒരു ജനതയെ പ്രാപ്തമാക്കി പുതിയ നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ പ്രസിഡന്റ് കുട്ടി പൈസ MK പൈസയും ജയിലറകളിലാണ്. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം ചെയ്തത് വഖഫ് ബില്ല് വന്നപ്പോ, ഭേദഗതി ബില്ല് വന്നപ്പോ ഒരു സമുദായത്തിന്റെതല്ല, ഒരു രാജ്യത്തിന്റെ അസ്തിത്വത്തിന്റെ ചോദ്യം ചെയ്യലാണ്. ഇതിനെ തെരുവിൽ തടയേണ്ടതുണ്ട് എന്നൊരു ആഹ്വാനം നടത്തിയപ്പോ ഈ രാജ്യത്താകമാനം സംഘപരിവാരത്തിനെതിരെ നിലപാടെടുത്ത പ്രസ്ഥാനം അതിന്റെ ഭാഗമായി പോകേണ്ടതുണ്ട്. ഇവിടുത്തെ CPM-കാരൻ അത് വന്നപ്പോ മാളത്തിൽ ഒളിച്ചുവെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. കൃഷ്ണേന്ദുവിനെയും മേനി സാറിനെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മാന്യതയോടുകൂടി അവതരിപ്പിക്കുന്നു, ആത്മാഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, വരാനിരിക്കുന്ന നാളുകളിൽ പോരാട്ട ഭൂമിയിലാണ് നമ്മളുള്ളത്. നമുക്കൊരു പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ജനാധിപത്യം എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയുടെ പൈതൃകം, നഷ്ടപ്പെട്ടു പോയ ഭരണഘടന, ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ മതേതരത്വം തിരിച്ചു പിടിക്കാൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് അടിവരയിട്ട് പറയുന്നു, ആരൊക്കെ ജയിലറകളിൽ പോയാലും രക്തസാക്ഷിയായാലും ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്